ജീവിക്കേണ്ടവർ പണത്തിന് ഏറ്റവും കൂടുതൽ തൂക്കം കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ നിൽക്കുന്നതൊക്കെ ഒരു വിഷയം വരുമ്പോൾ അതിനെ പ്രശ്നങ്ങളുണ്ടാക്കി മാറ്റുന്ന ഒരു കൂട്ടം ആളുകൾ. ഏറ്റവും ഉയരത്തിൽ പറക്കുകയും ഏറ്റവും കൂടുതൽ കാഴ്ച, ഏറ്റവും കൂടുതൽ ദീർഘവീക്ഷണമുള്ള ഒരു ജീവിയാണ് ഈ പരുന്ത്. ആ പരുന്ത് പോലും ത്രാസിച്ച് പണത്തിന്മേൽ പരുന്തും പറക്കില്ല എന്നുള്ള അതിൻ്റെ ഒരു ആശയമാണ്. പണത്തിനാണ് തൂക്കം കൂടുതൽ. നീതിപീഠം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ നീതിപീഠത്തെ കൊണ്ട് അണയാതിരിക്കാൻ വേണ്ടി ഉയർത്തിപ്പിടിക്കുന്നു. അത് കണ്ണിലെ കൃഷ്ണമണിയെ പോലെ, നമ്മുടെ അഭിമാനത്തെ നമ്മൾ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ സംരക്ഷിക്കുന്നു. ഇനി എന്തെങ്കിലും അറിയുന്നുണ്ടോ? ഇത് പഠിക്കാൻ പോകുന്നവരല്ലേ? ആലോചിച്ചു. ഇത് ഓക്കെ, അതെല്ലാം ഓക്കെ. ഇതൊരു ചോദ്യചിഹ്നമാണ്. ചോദ്യചിഹ്നം വെച്ചാൽ ഇത് അച്ഛൻ്റെ മുഖവും ഇത് അമ്മയുടെ മുഖമാണ്. ഒരു അച്ഛനും അമ്മയും കൂടെ ചേരുമ്പോഴേക്കും ഒരു കുഞ്ഞുണ്ടാവും, ഒരു കുഞ്ഞിക്കാലുണ്ടാവും. ഈ കുഞ്ഞിക്കാലിൽ ഭൂമിയിൽ എന്ത് സേഫ്റ്റി എന്നാണ് ചോദിക്കുന്നത്. കാരണം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യനെ ചുറ്റിക്കുന്നത്. പക്ഷേ ഇവിടെ പഞ്ചേന്ദ്രിയമല്ല ഇതിലുള്ളത്, നോക്കണമെന്ന്. കാരണം രാഷ്ട്രീയം, മതം, പണം, മയക്കുമരുന്ന് ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഈ മോശമായ അവസ്ഥയിൽ പാവങ്ങളായ ദൈവങ്ങൾ ഉറങ്ങുന്നു. അതാണ് കാരണം ഈ ദൈവങ്ങൾ ശാന്തരും സമാധാനപ്രിയരുമാണ്. ഇതിനിടയിൽ ഒരു കൃഷ്ണൻ വന്നാൽ അത് പ്രതികരിക്കും. ശരി, അവർ യുദ്ധം ചെയ്യുകയും യുദ്ധം ചെയ്യിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഇതാണ്. അതുകൊണ്ട് അതിൽ ഇവരാരെയും കൊന്നിട്ടുമില്ല, അവരോട് യുദ്ധം ചെയ്തിട്ടുമില്ല. ശാന്തമായ അവർ ഇത് കണ്ട് വേദനിച്ച് നടത്തിയിരിക്കുന്നു. അതാണ് എന്ത് സേഫ്റ്റി. അപ്പം നിങ്ങൾക്കെന്ത് സേഫ്റ്റി, എനിക്കെന്ത് സേഫ്റ്റി, ഇനി അടുത്ത് ഇരിക്കാൻ പോകുന്നവർക്കെന്ത് സേഫ്റ്റി? നമ്മൾ ജീവിക്കാൻ ഇവിടെ ഇരുന്ന് കഷ്ടപ്പെടുന്നു. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സർക്കാർ പോലും ഇല്ല. ആരെങ്കിലും ഈ മരങ്ങൾ എല്ലാം പട്ടും മുറിച്ച് ആ ഒരവസ്ഥയിൽ ഉണക്കമരത്തിൽ ഈ കുഞ്ഞു കിളികൾ കൂടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കിളികൾ കൂടെ വെച്ച് ആ സ്ഥാനത്ത് ഇങ്ങനെ വലിയ വൺപണ്ണ കിളി വന്നപ്പോഴേക്കും അവർ വരണ്ട് ഇയാളെ വരട്ടെയാണ്. അങ്ങനെ വരട്ടെ, ഇയാൾ ഇങ്ങനെ ഈ കുഞ്ഞു കിളികൾ എന്നെ വരട്ടുകയാണോ ആ നോട്ടമാണ് വരുന്നത്. ഇതിനെക്കൊണ്ട് ചോദിക്കാൻ ചോദിച്ചത് People start